ഞാൻ ജർമ്മൻ A1 ആവശ്യപ്പെടുന്ന കുറച്ച് ഗ്രാമറിനെ കുറിച്ച് പറയാം. ജർമ്മൻ ഇത്രയും പഠിച്ചാൽ നമ്മളൊന്ന് പാസ്സാവാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ആദ്യം പറയാം, എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത് പറഞ്ഞേക്കാം, എന്നാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ആദ്യം ആൽഫബറ്റ്സ് ആണ് ആദ്യം പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫേഴ്സസ് ആണ് പഠിപ്പിക്കുന്നത്. ഗുഡൻ ടാഗ്, ഗുഡൻ മോർഗൻ, ഓഫ് വിഡർസൈൻ, എൻഷുൾഡിഗും, വി ഗെറ്റസ് ഡെയർ, ഡാങ്കെ ഇഷ്ലിബെ ഡിഗ് ബിറ്റെ ഇസ്റ്റുട്ട് മിയർ ലൈഡ്, ഷിയോൺ ഡിഗ് സൂട്രഫൻ, ഡാങ്കെ മിയർ ഗെറ്റസ് ഗുഡ്, ഫിലൻ ടാങ്, ഓഫ് വിഡർ ഹ്യോറൻ, ബിസ്ബാൾഡ്, ബിസ് ഫ്രൈറ്റാഗ്, ഫിൽ ബ്ലൂക്ക്, ഷിയോൺ ടാഗ് ഇതൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ചൂസ് എന്ന് വെച്ചാൽ ബൈ ഇൻഫോർമലായിട്ട് പറയുന്നതാണ്. ബിസ്പേറ്റ്, ബിസ്മോർഗൻ, ആലസ് ഗുട്ടെ റൈസെ, മാർക്സുഡ്. പിന്നെന്ന് പറയുമ്പോൾ ഡേയ്സ് നമ്മളെങ്ങനെയാണ് പറയണമെന്നുള്ളതാണ്. ഡർ ടാഗ്, ഹോയിറ്റെ, മോർഗൻ, ഊബർ മാർഗൻ, മോർണിംഗ്, ഡർ മൊണാറ്റ്, ഡസ് വോഗനൻഡേ, ദി ടാഗെ, ഗെസ്റ്റൺ എസ്റ്റർഡേ, വോർഗെസ്റ്റൺ, ഡേ ബിഫോർ എസ്റ്റർഡേ, ദി മൊണാറ്റെ, വോഗനൻഡേ, ഡസ് വോഗനൻ്റെ വീക്കെൻഡ് ആണ്. ദി വോഗനൻഡൻ വീക്കെൻഡ്സ്, വോഗനൻഡൻ, ദി വോഗെ വീക്ക്, ദി വോഗൺ വീക്സ് എന്നാണ്. പിന്നെ നമ്മൾ വീക്ക്ലി 7 ഡേയ്സിന് എങ്ങനെയൊക്കെ പറയാം. ദി ടാഗെ, ഡർ മോൺടാഗ്, ഡറാണ് ഫ്രണ്ടിൽ ചേർക്കേണ്ടത്. ജർമ്മനിൽ നമുക്ക് 3 ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്, ഡർ, ഡസ്, ദി. അപ്പോൾ ഇത് വീക്ക് ഡേയ്സിൽ നമ്മൾ പറയുന്നത് ഡർ മോൺടാഗ് മൺഡേ, ഡർ ഡീൻസ്റ്റാഗ് ട്യൂസ്ഡേ, ഡർ മിച്ച് വോക്ക് വെനസ്ഡേ, ഡർ ഡോണസ്റ്റാഗ് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച, ഡർ ഡോണസ്റ്റാഗ്, ഡർ ഫ്രൈറ്റാഗ് ഫ്രൈഡേ, ഡർ സാംസ്റ്റാഗ്, ഡർ സോൺടാഗ്. പിന്നെ നമ്മൾ മന്തിലേക്ക് വരുമ്പോൾ അതും ഡറാണ്. ജാനുവരി, ഫെബ്രുവരി, മേയേഴ്സ്, ഏപ്രിൽ, മെയ്, യൂണി, യൂലി, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഫാമിലി, ഫെർവാൻഡൻ, റിലേറ്റീവ്സ് എങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ ദി മുട്ടർ മദർ, ദി ഡർ ഫാദർ, ദി ഗ്രോസ് മുട്ടർ ഗ്രാൻഡ്മ, ഡർ ഗ്രോസ് ഫാട്ടർ ഗ്രാൻഡ് പാ, ദി ഗ്രോസ് എൽട്ടൺ ഗ്രാൻഡ് പാരൻസ്, ദി എൽട്ടൺ പാരൻസ്, ഡർ കിൻഡ് ചൈൽഡ്, ഡർ ബ്രൂഡർ ബ്രദർ, ദി ബ്രൂഡർ ബ്രദേഴ്സ്, ദി ഷോസ്റ്റർ, ദി ഷോസ്റ്റർ, ഡർ ഒങ്കിൾ, ദി ഡാൻഡെ ആൻറ്റി, ഡർ സോൺ, ദി സോണെ, ദി ഡോക്ടർ, ദി ഡോട്ടർ, ഡർ എങ്കിൾസോൺ ഗ്രാൻഡ്സൺ, ദി എങ്കിൾ ഡോക്ടർ ഗ്രാൻഡ്-ഡോട്ടർ, ഡസ് ഗെഷോസ്റ്റർ സിബ്ലിംഗ്, ദി നിഷ്ടെ, ഡർ നിഫെ, ദി ഷുഗർ ഡോട്ടർ, ദി ഷുഗർ മുട്ടർ, ദർ ഷുഗർ ഫാട്ടർ. ഇതൊക്കെ ഫാദർ ഇൻ ലാ, ഡോട്ടർ ഇൻ ലാ, മദർ ഇൻ ലാ എന്നൊക്കെ വരും. പിന്നെ ഡർ ഫെർവാൻഡെ റിലേറ്റീവ്, ഫെർവാൻഡൻ പ്ലൂറലാണ്. പിന്നെ യാഗ്രി സൈറ്റൻ, അവിടെയുള്ള സീസൺസ് എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ സമയങ്ങളും. ഡർ വിൻ്റർ എന്ന് വെച്ചാൽ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഒക്കെ വിൻ്റർ ആയിരിക്കും. ഡർ ഫ്രൂലിങ് മേഴ്സ്, ഏപ്രിൽ, മെയ് ആ സമയത്തൊക്കെ ആയിരിക്കും. ഡർ സൊമ്മർ, യൂണി, യൂലി, ഓഗസ്റ്റ്. ഡർ ഹെർബ്സ്റ്റ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഒക്കെയാണ്. പിന്നെ നമുക്ക് ദി ഫാർബൺ കളേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. പിങ്കിന് പറയുന്നത് റോസ, ലീല പർപ്പിൾ, ബ്രൗൺ തന്നെ. സ്പെല്ലിംഗ് മാറ്റമുണ്ട്. ഗെൽബ് യെല്ലോ, ഗ്രൗൺ ഗ്രീൻ, ഗ്രൗ ഗ്രേ, ഒറാങ്കെ ഓറഞ്ച്, ബ്ലൂ വൈസ് വൈറ്റ്, റോഡ് റെഡ്, ഷ്വാർട്സ് ബ്ലാക്ക്, ഹെൽ ബ്ലൗ ലൈറ്റ് ബ്ലൂ, ഡുങ്കിൾ ബ്ലൗ ഡാർക്ക് ബ്ലൗ, ഇൻഡിഗോ. സെൽഫ് ഇൻട്രൊഡക്ഷൻസ് പറയുമ്പോൾ സിക് വോസ്റ്റലൻ എന്നാണ് ഇതിൻ്റെ പറയുന്നത്, അല്ലെങ്കിൽ സിഷ് വോസ്റ്റലൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഇങ്ങനെയാണ്: ഇഷ് ഹൈസെ മരിയ, ഗുഡൻ മോർഗൻ, ഇഷ് ഹൈസെ മരിയ, അല്ലെങ്കിൽ മൈ നാമെ ഇഷ്ട് മറിയ, അല്ലെങ്കിൽ ഇഷ് ബിൻ മറിയ എന്ന് പറയാം. ഇഷ് ബിൻ ആക്ടർ സോൺസ് ഷെയർ ഓൾഡ്, ഇഷ് കോമേഴ്സ് ഇന്ത്യൻ, ഇഷ് വോണ ഇൻ കേരള, ഇഷ് ബിൻ ക്രാങ്കൻ ഷൂസ്റ്റർ ഓൺ ബെറുഫ്, ഇഷ് ബിൻ മെയിലാണെങ്കിൽ ക്രാങ്കൻ ഫ്ലീഗർ എന്ന് പറയണം. മൈനെ മുട്ടർ സ്പ്രാഗെ, ഇഷ്ട് തമിഴ്, ഓസർഡം സ്പ്രാഗെ, മലയാളം, ഇംഗ്ലീഷ്, ഐൻബിഷൻ, ഡോയിഷ്. ഞാൻ മലയാളം ഇംഗ്ലീഷ് സംസാരിക്കും, കുറച്ച് ഡോയിഷും കൂടി ഇപ്പോൾ സംസാരിക്കുമെന്ന്.
പിന്നെ നമ്മുടെ ഹോബീസ്, മൈനെ ഹോബീസ് ഇൻഡ് മ്യൂസിക്, ഹോറൺ ഉണ്ട്, കാർഡൻ, അർബൈറ്റൻ, ഡഷസ്, ടാലർ, സൂപ്പർമിഷ്, ഫീലൻ ടാങ്ക്. നമ്മൾ ഈ ഒരു ഓർഡറിലാണ് പറയേണ്ടത്. നമ്മൾ എക്സാം സമയത്ത് 4 മൊഡ്യൂൾ ഉണ്ടല്ലോ, അപ്പോൾ എക്സ്പ്രഷൻ മൊഡ്യൂൾ, സ്പീക്കിംഗ് മൊഡ്യൂൾ ആദ്യത്തേതാണിത്, ആദ്യത്തെ പാർട്ടാണ്. അപ്പോൾ അവർ ഒരു പേജ് കാണിച്ചു തരും, അത് നോക്കി നമ്മളൊന്ന് പറഞ്ഞാൽ മതി. അടുത്തെന്ന് പറയും നമ്പേഴ്സ്, ദി നുമ്പർ എന്നാണ് ജർമ്മനിൽ പറയുന്നത്. പ്ലൂറലായിട്ട് ഇത് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ദി നുമ്മർ എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഇത് കണ്ടോ, ഞാനിതിങ്ങനെ ഫുള്ളും കാണിക്കാൻ, നിങ്ങൾ എഴുതിയെടുത്ത് പഠിച്ചാൽ മതി. ഫോൺ നമ്പർ പറയാനും ഡേറ്റ്സ് ഒക്കെ പറയാനും ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. അങ്ങനെ 1 തൊട്ട് 20 വരെ അറിയാമെങ്കിൽ നമുക്ക് എല്ലാ നമ്പേഴ്സും എഴുതാമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് ജർമ്മനിൽ മെയിനായിട്ട് പറയണമെങ്കിൽ 4 കേസസ് ഉണ്ട്. നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ഡാറ്റീവ്, ഗെനിറ്റീവ്. നോമിനേറ്റീവ് എന്ന് പറയുമ്പോൾ ഹു ഈസ് ഡൂയിങ് ദി ആക്ഷൻ ആണ് നോമിനേറ്റീവ്. സബ്ജക്റ്റാണ്, ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റാണ് നമ്മൾ നോമിനേറ്റീവ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ആരാണ്? ഒരു സെൻറ്റൻസിൽ ആക്ഷൻ ചെയ്യുന്ന ആളാണ്. അക്യൂസേറ്റീവ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഡാറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഹു ആർ റിസീവിങ് എ പേഴ്സൺസ് ഇൻ എ സെൻറ്റൻസ്. ഗെനിറ്റീവ് എന്ന് പറയുമ്പോൾ പൊസസീവ്നെസ് ആണ്. ദിറ്റ് ഈസ് മൈ ഫാദർ, ദിസ് ഈസ് മൈ സിസ്റ്റർ. പൊസസീവ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗെനിറ്റീവ് എന്ന് പറയുന്നത്. അടുത്ത് ആർട്ടിക്കിളുള്ളത് നമുക്ക് മെയിൻ, ജെൻഡർ, മെയിൽ, ഫീമെയിൽ, നോട്രം എന്ന് തിരിക്കാം. അതാണ് മസ്കുലിൻ, ഫെമിനിൻ, നോയിട്രം. പിന്നെ നമ്പർ, സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. കേസസ് എന്ന് പറയുമ്പോൾ നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ഡാറ്റീവ്, ഗെനിറ്റീവ്. ഇതാണ് മെയിൻ. ഇത് ലാസ്റ്റ് വരെ നമുക്കിത് ആവശ്യം വരും, സെൻറ്റൻസ് ഫോർമേഷൻ സംസാരിക്കാൻ. പിന്നെ ആർട്ടിക്കിൾ, ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾ ഉണ്ട്. ബെസ്റ്റിമർ, ഉംബെസ്റ്റിമർ, നെഗേഷൻ ആർട്ടിക്കിളാണ്. ബെസ്റ്റിമർ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ യൂസ്ഡ് ഫോർ സ്പെസിഫിക് നൗൺസ്, ഡെഫിനിറ്റീവ്, ദ വുമൻ, ദി ബോഡി, അതൊക്കെ എന്താണ് ബെസ്റ്റിമർ ആർട്ടിക്കിളാണ്. ഉംബെസ്റ്റിമർ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് നമ്മൾ കണക്ക് 1, 2 എന്നുള്ളത്, എ ആപ്പിൾ, 1 വിമൻ, അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഉംബെസ്റ്റിമർ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അത് ഐനെ എന്ന് വരും. ബെസ്റ്റിമർ എന്ന് പറയുമ്പോൾ ഡെർ, ഡസ്, ദി ആണ്. നെഗേഷൻ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ കൈനെ എന്നാണ്. അത് നമ്മൾ ഒരു കാര്യമില്ല, നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട്, ദർ ഇസ് നോ പീസ്, ദർ ഇസ് നോ സ്പേസ്, അത് ഒരു നെഗറ്റീവ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗേഷൻ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ബെസ്റ്റിമർ ആർട്ടിക്കിൾ എന്താണെന്നുള്ളത് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ബെസ്റ്റിമർ, ഉംബെസ്റ്റിമർ, നെഗേഷൻ ആർട്ടിക്കിളുണ്ട്. പിന്നെ ജർമ്മന് പിന്നെ എന്താണ് നമ്പേഴ്സ് കൊണ്ട് തിരിച്ചിട്ടുണ്ട്, സിംഗുലർ, പ്ലൂറൽ എന്ന്. പിന്നെ നമുക്ക് എന്താണ് കേസസ് കൊണ്ട് തിരിച്ചിട്ടുണ്ട്, അതാണ് നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ഡാറ്റീവ്, ഗെനിറ്റീവ്. അങ്ങനെ 3 തിരിവുകളാണ് ജർമ്മനിലുള്ളത്. ആദ്യം നമുക്ക് ബെസ്റ്റിമർ ആർട്ടിക്കിൾ എന്താണെന്നുള്ളത് നോക്കാം. ബെസ്റ്റിമറിൽ സിംഗുലർ, പ്ലൂറൽ ഉണ്ട്. മെയിൻലി ഈ 4 കേസസ് ഈ 3ലും വരും. ബെസ്റ്റിമർ, ഉംബെസ്റ്റിമർ, നെഗേഷൻ ആർട്ടിക്കിളിലും ഈ 4 കേസസും വരും. ഏത്? നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ഡാറ്റീവ്, ഗെനിറ്റീവ്. ഓക്കെ, ഇംഗ്ലീഷിലുള്ള സെയിം തന്നെയാണ് ഇവിടെ. നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ഡാറ്റീവ്, ഗെനിറ്റീവ്. അപ്പോൾ ഈ നോമിനേറ്റീവ് കേസിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ നോമിനേറ്റീവ് എഴുതുമല്ലോ. ഹൂ ഈസ് ഡൂയിങ് ദ ആക്ഷൻ ഇൻ ഈ സെൻറ്റൻസ്, ഇറ്റ് ഈസ് കോൾഡ് നോമിനേറ്റീവ്. അപ്പോൾ ആ നോമിനേറ്റീവ് വരുന്ന വേർഡ് നമുക്ക് ആ വേർഡ് എങ്ങനെയായിരിക്കും അതിൻ്റെ കൂടെ വരുന്നത്? ഒരു മസ്കുലിൻ ആയിരിക്കും, അല്ലെങ്കിൽ നോയിട്രം നൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ഫെമിനിൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്ലൂറൽ നൗൺ ആയിരിക്കും. ജർമ്മനിൽ എല്ലാ നൗൺസിനും എന്തുണ്ട്? ആർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, എല്ലാ നൗൺസിനും ആർട്ടിക്കിൾ വെച്ചാണ് അവർ പറയുന്നത്. എല്ലാ നൗൺസിനും ആർട്ടിക്കിൾ ഉണ്ട്. പിന്നെ ചില നൗൺസിന് മാത്രമില്ല. അത് പഠിക്കുമ്പോൾ അത് മനസ്സിലായിക്കൊള്ളും. നമ്മൾ മിക്കതും പ്രത്യേകിച്ച് ഇന്ന റൂളാണെന്ന് നമുക്ക് ജർമ്മൻ ഫിക്സ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല, ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എല്ലാം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി കാണാതെയൊക്കെ പഠിക്കണം. പിന്നെ നമുക്കെല്ലാം സംസാരിച്ച് അത് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോൾ അത് ശരിയായിക്കോളും. നമുക്കപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസ്കുലിൻ, നോയിട്രം, ഫെമിനിൻ, പ്ലൂറൽ. ഇപ്പോൾ നോമിനേറ്റീവ്, ഡെർ, നോമിനേറ്റീവ്. ഇപ്പോൾ നോമിനേറ്റീവ് ഒരു സെൻറ്റൻസിൽ നോമിനേറ്റീവ് കണ്ടുപിടിച്ചു. ആ നോമിനേറ്റീവ് വെർബ്, അവിടെ ആ നോമിനേറ്റീവ് നമ്മളൊരു നൗൺ എഴുതി, ആ നൗൺ നോമിനേറ്റീവിൽ ഇരിക്കുക. അത് മസ്കുലിനാണെങ്കിൽ ഡെർ യൂസ് ചെയ്യുക, അല്ല നോയിട്രം ആണെങ്കിൽ ഡസ്, ഫെമിനിൻ ആണെങ്കിൽ ദി, പ്ലൂറൽ ആണെങ്കിൽ ദി ഇടുക. അതുപോലെ തന്നെ അക്യൂസേറ്റീവ് വരുമ്പോൾ ഡെന്ന്, അക്യൂസേറ്റീവിൽ മസ്കുലിനാണെങ്കിൽ ഡെന്ന്, അക്യൂസേറ്റീവിൽ നോയിട്രം ആണെങ്കിൽ ഡസ്, അക്യൂസേറ്റീവിൽ ഫെമിനിൻ ആണെങ്കിൽ ദി, അക്യൂസേറ്റീവിൽ പ്ലൂറൽ ആണെങ്കിൽ ദി.
അതുപോലെ തന്നെ ഡാറ്റീവിൽ മസ്കുലിൻ ആണെങ്കിൽ ഡെം, ഡാറ്റീവിൽ നോയിട്രം ആണെങ്കിൽ ഡെം, ഡാറ്റീവിൽ ഫെമിനിൻ ആണെങ്കിൽ ഡെർ, ഡാറ്റീവിൽ പ്ലൂറൽ ആണെങ്കിൽ ഡെൻ. അതുപോലെ തന്നെ ഗെനിറ്റീവിൽ മസ്കുലിൻ വരുമ്പോൾ ഡെസ്, ഗെനിറ്റീവിൽ ഫെമിനിൻ വരുമ്പോൾ ഡെർ, ഗെനിറ്റീവിൽ നോയിട്രം വരുമ്പോൾ ഡെസ്, ഗെനിറ്റീവിൽ പ്ലൂറൽ വരുമ്പോൾ ഡെർ. അടുത്ത ഉംബെസ്റ്റിമർ ആർട്ടിക്കിൾ. ഒരു കണക്ക്, ഇത്ര ആപ്പിള്, ഇത്ര ഫ്രൂട്ട്സ്, ഇത്ര എന്ന് ഒരു കണക്ക് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഉംബെസ്റ്റിമർ ആർട്ടിക്കിൾ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിലും ഈ 4 കേസസ് തന്നെയാണ്: നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ഡാറ്റീവ്, ഗെനിറ്റീവ്. നോമിനേറ്റീവ് കേസിൽ മസ്കുലിൻ വരുമ്പോൾ ഐൻ, ഉംബെസ്റ്റിമർ ആർട്ടിക്കിളിൽ. നോമിനേറ്റീവിൽ മസ്കുലിൻ വരുമ്പോൾ ഐൻ, നോമിനേറ്റീവിൽ ഫെമിനിൻ വരുമ്പോൾ ഐനിൻ, നോമിനേറ്റീവിൽ നോയിട്രം വരുമ്പോൾ ഐൻ. പ്ലൂറൽ ഇല്ല. നോമിനേറ്റീവ് ഉംബെസ്റ്റിമർ ആർട്ടിക്കിളിൽ പ്ലൂറൽ ഇല്ല കേട്ടോ. പിന്നെ 1, 2, 3 എന്നേ ഉള്ളൂ. പിന്നെ ദി എന്ന് നമ്മൾ ആർട്ടിക്കിൾ അങ്ങ് യൂസ് ചെയ്യുക. ഉംബെസ്റ്റിമൽ ആർട്ടിക്കിളിൽ അതില്ല. പിന്നെ ഗെനിറ്റീവിൽ വരുന്നത് ഐനസ്, ഐനസ്. ഫെമിനിൻ ആണെങ്കിൽ ഐനർ, നോയിട്രം ആണെങ്കിൽ ഐനസ്. ഡാറ്റീവിൽ മസ്കുലിൻ ഐനം, ഫെമിനിൻ ഐനർ, നോയിട്രം ഐനം. അക്യൂസേറ്റീവ് കേസിൽ മസ്കുലിൻ വരുമ്പോൾ ഐനൻ, ഫെമിനിൻ വരുമ്പോൾ ഐനെ, നോയിട്രം വരുമ്പോൾ ഐൻ. വെൻ ഓർഡർ വാസ് ഐൻ മാൻ അർബൈറ്റ് ഇൻ ബ്യൂറോ ഐൻ ഹുണ്ട്. ഇത് ഉംബെസ്റ്റിമർ ആർട്ടിക്കിളിൻ്റെ സുംബൈസ്പീൽ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് ആണ്. ഐൻ ഹുണ്ട്, ഐനെ മുട്ടർ സ്പ്രെച്ച്ഡ്, ഐനെ മുട്ടർ സിങ്ഡ് എന്ന് വെച്ചാൽ എ മദർ സ്പീക്ക് ചെയ്തു, എ മദർ സിംഗ് പാടി, ഐനെ ബ്ലൂമെ എ ഫ്ലവർ, ഐൻ ബുഹ്, ഐൻ കിൻഡ്. അതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ആർട്ടിക്കിൾസ് ഓരോരോ നൗൺസിൻ്റെയും ആർട്ടിക്കിൾ പഠിച്ചു വെക്കണം. എന്നാലേ നമുക്കിതൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സെൻറ്റൻസിൽ മാറ്റി മാറ്റി ഇടേണ്ടി വരും. ഇപ്പോൾ കണ്ടല്ലോ, എന്തുവാണ്, ഒരു നൗണ് തന്നെ നോമിനേറ്റീവായിട്ട് വരുമ്പോൾ, അക്യൂസേറ്റീവായിട്ട് വരുമ്പോൾ, ഗെനിറ്റീവായിട്ട് വരുമ്പോൾ അത് ഈ ആർട്ടിക്കിൾസൊക്കെ യൂസ് ചെയ്താണ് എഴുതേണ്ടത്. ഇനി നമുക്ക് നെഗേഷൻ ആർട്ടിക്കിളുണ്ട്, അത് പറയാം. അടുത്ത് നമുക്ക് പേഴ്സണൽ പ്രൊണോമൻ. അപ്പോൾ ഒരു സെൻറ്റൻസിൽ എല്ലാം നമുക്ക് എന്തുവാണ്, ജർമ്മനിയിൽ ഒരു സെൻറ്റൻസ് നമുക്ക് സംസാരിക്കണം, നമുക്ക് സംസാരിച്ച് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്നത്. ഇപ്പം നമ്മളൊരു സെൻറ്റൻസിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ പറഞ്ഞു കുറച്ച് വൊക്കാബ് പഠിക്കണം, പിന്നെ ഗ്രാമർ സ്ട്രക്ചർ പഠിക്കണം, പിന്നെ ആർട്ടിക്കിൾസ് പഠിക്കണം, ആർട്ടിക്കിൾ. അപ്പോൾ ഒരു സെൻറ്റൻസിൽ നമ്മൾ നോമിനേറ്റീവ് കേസസ് പഠിച്ച് അടുത്ത പേഴ്സണൽ പ്രൊണോമൻ ഉണ്ടല്ലോ. ഒരു സെൻറ്റൻസിൽ നോമിനേറ്റീവ് കാണും, വെർബ് കാണും, ഒബ്ജക്റ്റ് കാണും. ഫസ്റ്റ് എന്താ കാണുന്നത്, പേഴ്സണൽ പ്രൊണോമൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഐ, യു, ദേ, വിയർ എന്നൊക്കെ പറയൂലേ, അതാണ് ജർമ്മനിൽ പേഴ്സണൽ പ്രൊണോമൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ബേസിക്കലി നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ഡാറ്റീവ്, ഗെനിറ്റീവ്, നോമിനേറ്റീവ്, അക്യൂസേറ്റീവ്, ഡാറ്റീവ് അതിനും ഉണ്ട് പേഴ്സണൽ പ്രൊണോമൻ. പിന്നെ പൊസസീവ് ആർട്ടിക്കിളും ഉണ്ട്, പേഴ്സണൽ പ്രൊണോമനിൽ പൊസസീവ് ആർട്ടിക്കിളും ഉണ്ട്. എല്ലാം അങ്ങ് ഒരുമിച്ച് പഠിക്കണം കേട്ടോ, അപ്പോൾ നമുക്കെല്ലാം എളുപ്പമായിരിക്കും. ഇപ്പോൾ പേഴ്സണൽ പ്രൊണോമൻ എന്ന് പറയുമ്പോൾ അത് 3 കേസസുള്ള പേഴ്സണൽ പ്രൊണോമനും പഠിക്കണം. പിന്നെന്തുവാ, പേഴ്സണൽ പ്രൊണോമൻ അങ്ങനെ പഠിക്കുക. പിന്നെ വെർബ് എന്ന് പറയുമ്പോൾ എല്ലാ വെർബും അങ്ങ് പഠിക്കണം. ഓക്കെ, എന്ന് എളുപ്പമായിരിക്കും. അങ്ങനെ ജർമ്മൻ നോമിനേറ്റീവ് എന്ന് പറയുമ്പോൾ ഇഷ്, ദു, എർ, സി, എസ്, ബിയർ, ഇയർ, സി എന്നാണ്. ഇഷ് എന്ന് പറയുമ്പോൾ ഐ, ദു, യു, എർ, ഹി, സി, ഷി, എസ്, ഇറ്റ്, വി, വിയർ, വി, ഇയർ, യു പ്ലൂറൽ ഫോമാണ്. സി എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന. അടുത്ത സി എന്ന് പറയുമ്പോൾ നമ്മളെക്കാട്ടിലും സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതാണ്. അടുത്തെന്ന് പറയുമ്പോൾ ഹിമ്മൽ ഷ്രിഡുങ്ങൻ, ഈ നമ്മൾ ഡയറക്ഷൻ ഉണ്ടല്ലോ, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്, അതാണ്. അടുത്തെന്ന് പറയുമ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചറാണ്, സബ്ജക്റ്റ്, വെർബ്. ബേസിക്കലി നമ്മളൊരു സെൻറ്റൻസ് സ്ട്രക്ചർ പഠിക്കുമ്പോൾ എല്ലാത്തിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറും അങ്ങ് പഠിക്കുക. എന്നാലേ ഇത് അപ്പോൾ പുതിയതായിട്ട് പഠിക്കുമ്പോൾ ടെൻഷനാവും. അപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറും പഠിക്കണം. ഇപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചറിൻ ബേസിക് സെൻറ്റൻസ് സ്ട്രക്ചർ ജർമ്മനിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ആണ്. അതിനാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടാം കേട്ടോ, അത് ഫോർത്ത് സെൻറ്റൻസ് സ്ട്രക്ചർ എന്തൊക്കെയാണെന്നുള്ളത്. അടുത്ത് നമുക്ക് ഇത് വെർബിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോളിൽ എഴുതണം, എപ്പോഴും ഓർത്തിരിക്കണം. നമ്മൾ ജർമ്മനിൽ ഏത് വെർബ് എഴുതിയാലും നൗൺ എഴുതുമ്പോൾ അത് ക്യാപിറ്റൽ ആയിരിക്കണം. വെർബ് എഴുതുമ്പോൾ കൊമ്മൻ എന്ന് വെച്ചാൽ ടു കം എന്നാണ് അർത്ഥം. അതിൽ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും സ്മോൾ ലെറ്റർ എഴുതാവും. ഇപ്പോൾ ഹാബൻ എന്ന് പറയുമ്പോൾ ടു ഹാവ് കോൺജുഗേഷൻ ആണ്, ഇഷ്, ഹാബ്, ഹാസ്റ്റ്. നമുക്ക് ഇപ്പോൾ സെൻറ്റൻസ് ഇപ്പോൾ നമുക്കുണ്ടല്ലോ, ഇപ്പോൾ വന്നു എന്ന് പറയുമ്പോൾ
നമ്മൾ അത് ഓരോരോ കോണ്ടെക്സ്റ്റ് വരുമ്പോൾ ഡിഫറൻസിലാണ് മലയാളത്തിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജർമ്മനിലും ഇപ്പോൾ ടു ഹാബൻ എന്ന് പറയുമ്പോൾ ടു ഹാവ് ആണ്. ഹാബൻ എന്ന് പറയുന്നത് ജർമ്മനിൽ ഹെൽപ്പിംഗ് വെർബാണ്. ഇത് ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇഷിൻ്റെ ഓരോരോ സബ്ജക്റ്റിൻ്റെ കൂടെ വരുന്ന അനുസരിച്ച് വെർബിനെ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യണം. ഇത് ജർമ്മൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ ഇഷ് ഹാബൻ ആണ് ഇതിന് ഇൻഫിനിറ്റീവ് ഫോം, റിയൽ ഫോം. അപ്പോൾ നമ്മൾ ഇഷിൻ്റെ കൂടെ ഹാബെ ഈ ചേർക്കണം. ഓക്കെ. അപ്പോൾ ഐ ഹാവ്, യു ഹാവ്, ഹി ഹാവ്, ഷീ ഹാവ്, ഇറ്റ് ഹാവ്, വി ഹാവ്, ദേവ് ഹാവ് എന്ന് വരും. ഇഷ് ഹാബെ, ദു ഹാസ്റ്റ്, എർ ഹാറ്റ്, സി ഹാറ്റ്, എസ് ഹാറ്റ്, വിയർ ഹാബൺ, ഇയർ ഹാപ്റ്റ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് ഇതുപോലെ ഓരോരോ വെർബും നമുക്ക് കോൺജുഗേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ പാടായിരിക്കും, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ എളുപ്പമാകും. വെർബിൻ്റെ സ്ട്രക്ചർ, ദർ ആർ 2 പാർട്സ് ഓഫ് വെർബ്. ഒരു വെർബിന് 2 പാർട്ടുണ്ട് കേട്ടോ. എക്സാമ്പിൾ പറയുമ്പോൾ വെർബ് സ്റ്റെമ്പ് പ്ലസ് ഇത് എൻഡുങ്ങൻ. ഓക്കെ. ഇപ്പോൾ നോക്കിക്കേ, സാഗ്ലൻ എന്ന് പറയുമ്പോൾ സാഗ് /, ഇയൻ ആണ്. അപ്പോൾ സാഗ്ലൻ, സാഗ് എന്ന് പറയുന്നത് വെർബ് സ്റ്റെമ്മാണ്, ഇയന് എൻഡുങ്ങാണ്. വോഗ്ലൻ, വോഗ്ലൻ, വോഗ് എന്ന് പറയുന്നത് വോണൻ ആണ്, ലീവ് എന്നാണ് അർത്ഥം. ഇത് സാഗേൻ, ടു സേ എന്നാണ് അർത്ഥം. വോണൻ എന്ന് പറയുമ്പോൾ വോഹ് സ്റ്റെമ്മും, ഇയൻ എന്ന് പറയുമ്പോൾ എൻഡുങ് ആണ്. കൊമ്മൻ എന്ന് പറയുമ്പോൾ ടു കം, കൊം എന്നുള്ളത് സ്റ്റെമ്മാണ്, ഇയൻ എന്ന് പറയുമ്പോൾ എൻഡുങ് ആണ്. സ്പ്രഷൻ എന്ന് പറയുമ്പോൾ സ്പ്രെഗ് എന്നുള്ളത് സ്റ്റെമ്പും, ഇയൻ എന്ന് പറയുന്നത് എൻഡുങ്ങാണ്. ഇതിൽ എനിക്ക് പറഞ്ഞു തരാം. പ്രസൻറ്റ് ടെൻസിൽ കോൺജുഗേഷൻ പഠിക്കുമ്പോഴും എന്ന് വെച്ചാൽ എല്ലാ കോൺജുഗേഷനും പഠിക്കണം. എന്ന് വെച്ചാൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ കോൺജുഗേഷൻസ്, എല്ലാ കോൺജുഗേഷൻസും പഠിക്കണം. സെൻറ്റൻസ് സ്ട്രക്ചർ, കോൺജുഗേഷൻസ്, ഓക്കെ. കോൺജുഗേഷൻ, ഇപ്പോൾ ഒരു കോൺജുഗേഷൻ പഠിക്കുക കണ്ടോ. ഇതെന്ന് പറയുമ്പോൾ റെഗുലർ വെർബും കുറച്ച് ഇറഗുലർ വെർബും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ റെഗുലർ വെർബാണ് കൊമ്മൻ, മാഗൻ, സാഗൻ, ഗേബൻ, ഹ്യോറൻ, ബ്രിങ്കൻ, ഹൈസൻ, സ്പീലൻ, എർക്ലാരൻ, സൈഗൺ. കൊമ്മൻ എന്ന് പറയുമ്പോൾ ടു കം, മാഗൻ ടു മേക്ക്, സാഗൻ ടു സേ, ഗേയൻ ടു ഗിവ്, ഹ്യോറൻ ടു ഗേഹൻ എന്ന് പറഞ്ഞ ടു ഗോ ആണ്, ഗേബൺ ആണ് ടു ഗിവ് കേട്ടോ. ഇനി സിമിലർ വെർബൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാണ് പഠിക്കേണ്ടത്. ഹ്യോറൻ എന്ന് പറയുമ്പോൾ ടു ഹിയർ, ബ്രിങ്കൻ ടു ബ്രിങ്ക്, കൊടുക്കുക, ഹൈസൻ ടു കോൾ എന്നാണ് അർത്ഥം, സ്പീലൻ ടു പ്ലേ, എർക്ലാരൻ ടു എക്സ്പ്ലെയിൻ, സൈഗൻ ടു ഷോ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഈ കൊമ്മനിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഷ്യൂ, ദു, എസ്, ഇത് പ്രസൻറ്റ് ടെൻസിൽ കോൺജുഗേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ എൻഡും ഇട്ട് കൊടുക്കുന്നത് നൗൺസിൻ്റെ കൂടെ. ഓക്കെ. ഇഷ്യൂൻ്റെ കൂടെ ഈ ഇടുക, ദൂവിൻ്റെ കൂടെ ST ചേർക്കണം, വെർബ് എഴുതിയിട്ട് അതിൻ്റെ കൂടെ ST ചേർക്കുക. ഈ RCS ആണെങ്കിൽ ET ചേർക്കുക. വിയർ എന്ന് പറയുമ്പോൾ EN ചേർക്കണം, ഇയർ എന്ന് പറയുമ്പോൾ T ചേർക്കണം, CC എന്ന് പറയുമ്പോൾ EN ചേർക്കണം. അപ്പോൾ ഇതൊക്കെയാണ് റെഗുലർ വെർബ്. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേഷൻസ് ഇങ്ങനെ കണ്ടോ. കോമ എന്ന് പറയുമ്പോൾ ഇ ചേർത്തിട്ടുണ്ട്, കോംസ്റ്റ് ദൂവിൻ്റെ കൂടെ ST ചേർത്തിട്ടുണ്ട്, RCSൻ്റെ കൂടെ T ചേർത്തിട്ടുണ്ട്. ഓക്കെ. ഇതുപോലെ തന്നെ നമ്മൾ കോൺജുഗേഷൻസ് ആദ്യം പഠിക്കുമ്പോൾ തന്നെ പ്രസൻസും പ്രെറ്റാരിറ്റും പ്ലസ് കോം പെർഫെക്റ്റ്, പാർട്ടിസിപ്സ് വൈ എല്ലാം പഠിക്കണം. എല്ലാം പഠിച്ചാൽ നമുക്ക് എന്തുവാണ് എളുപ്പമായിരിക്കും. പിന്നെ അത് പഠിക്കുമ്പോൾ പാടായിരിക്കും. ആദ്യമേ എല്ലാം കൂടി അങ്ങ് കോൺജുഗേഷൻ പഠിക്കുമ്പോൾ എല്ലാ ഇതിൻ്റെ കോൺജുഗേഷനും പഠിക്കണം. എന്ന് വെച്ചാൽ പ്രസൻസ്, പാസ്റ്റ് ടെൻസ്, മൊഡാൽ വെർബ് എങ്ങനെ കോൺജുഗേഷൻ ആവും, മൊഡാൽ വെർബ് പ്രെറ്റാരിറ്റുമിൽ എങ്ങനെ കോൺജുഗേഷൻ ആവും, അതൊക്കെ ഞാൻ ഓരോരോ വീഡിയോസായിട്ട് ഇടാം. നിങ്ങൾ റെസ്പോൺസ് തരുന്നതനുസരിച്ചായിരിക്കും ഞാൻ ഇടുന്നത്. ഐ എം ബ്രിങ്ങിങ് ബുക്സ്, ഇഷ് ബ്രിങ്കെ ഡസ് ബുക്ക്, ഇത് പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു വേർഡാണ്. ഞാൻ ബുക്ക് കൊടുത്തു എന്നുള്ളത്. ഇതിൽ ഇഷ് എന്ന് പറയുന്നത് നോമിനേറ്റീവ്, ബ്രിങ്കെ എന്ന് പറയുന്നത് വെർബ്, ഡസ് ബുക്കാണ് ഒബ്ജക്റ്റീവ്, അക്യുസേറ്റീവ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഇഷ് ആണ് സബ്ജക്റ്റ്. അത് ഇഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അനുസരിച്ച് ബ്രിങ്കൻ എന്നുള്ളത് ബ്രിങ്കെ ഈ ചേർത്ത് ആയിട്ടുണ്ട്. പിന്നെ ഡസ് ബുക്ക്, ഓക്കെ, അത് ആർട്ടിക്കിളാണ്. വി ആർ ഹിയറിങ് മ്യൂസിക്, വി ആർ ഹിയറിങ് ദി മ്യൂസിക്. കണ്ടോ, സബ്ജക്റ്റ് അനുസരിച്ച്
വെർബ് കോൺജുഗേറ്റ് ആയിട്ടുണ്ട്. ഹി ഷോസ് എ പിക്ചർ സെറ്റ് ഐൻ ബിൽഡ്. അപ്പോൾ എററാണ്. അപ്പോൾ ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെർബിൻ്റെ കൂടെ. എൻ കളഞ്ഞിട്ടുണ്ട്. ഐൻ ബിൽഡ്. ഓക്കെ. ഉംബെസ്റ്റുമർ ആർട്ടിക്കിൾ. ഓക്കെ. അത് എന്താ ഐന് വന്നെന്ന് വെച്ചാൽ ഉംബെസ്റ്റുമർ ആർട്ടിക്കിൾ ആയതുകൊണ്ട്. നെക്സ്റ്റ് റീഗൽ മെയ്സികെ വെർബൻ ഉൺറീഗൽ മെയ്സികെ വെർബനാണ്. റീഗൽ മെയ്സികെ വെർബൻ ഷ്വാഗെ, മുൺറീഗൽ മെയ്സികെ സ്റ്റാർക്കെ. റീഗൽ മെയ്സികെ വെർബൻ എന്ന് പറയുമ്പോൾ അർബൈറ്റൻ, ഹൈസൻ, മാഹൻ, ലേണൻ, സ്റ്റുഡിയറൻ. ടു വർക്ക്, ഹൈസ് ടു കോൾ, മാഹൻ ടു മേക്ക്, ലേണൻ ടു ലേൺ, സ്റ്റുഡിയറൻ ടു സ്റ്റഡി. സ്റ്റാർക്കെ വെർബ് എന്നത് ഇറഗുലർ വെർബ്. സ്ലാഫൻ, എസൻ, നേമൻ, ഫാരൻ, ട്രിഫൻ. സ്ലാഫൻ ടു സ്ലീപ്പ്, എസൻ ടു ഈറ്റ്, നേമൻ ടു ടേക്ക്, ഫാരൻ ടു ഡ്രൈവ്, ട്രിഫൻ ടു മീറ്റ്. ഉൺറീഗൽ മെയ്സികെ വെർബൻ എന്ന് പറയുമ്പോൾ ഒരു ചേഞ്ചസ് ഉണ്ട്. ഇതിൽ വൊക്കാൽ ചേഞ്ചസ് വരും. എന്ന് വെച്ചാൽ വവൽ ചേഞ്ചസ്. എ, ഐ, ഇ, ഒ ഇങ്ങനെ ഇത് വെർബ് സ്റ്റെമ്മിൽ വരുമ്പോൾ ചേഞ്ചസ് ഉണ്ടാകും. അതാണ് ഉൺറീഗൽ മെയ്സികെ വെർബിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. വവൽ ചേഞ്ചസ് ഉണ്ടാകും. ഓക്കെ. സ്പ്രഗൻ, ട്രിഫൻ, ഗെയൻ, എസൻ, ഹെൽഫൻ, ബ്രഹൻ, സ്റ്റെർബൻ, വെർഹസൻ, വെർഫൻ, വെർബൻ ഇതൊക്കെ ഇറഗുലർ വെർബാണ്. ഇതിൽ വൊക്കൽ ചേഞ്ചസ് വരും. കണ്ടോ? സ്പ്രഗൻ എന്നാണ് സ്പ്രഗെ ഇഷിൻ്റെ കൂടെ, ദൂവിൻ്റെ കൂടെ ഉണ്ട് സ്പ്രിക്സ്റ്റ് എന്നായി. ഈ മാറി ഐ ആയത് കണ്ടോ? എരിൻ്റെ കൂടെ സ്പ്രിക്റ്റ്, വിയറിൻ്റെ കൂടെ സ്പ്രഗൻ, ഇയറിൻ്റെ കൂടെ സ്പ്രക്റ്റ്, സിയുടെ കൂടെ സ്പ്രഗൻ എന്നാണ്. അടുത്ത നമുക്ക് വെർബ് ഡ്രിഫൻ ആണ്. ഡ്രിഫൻ ഇഷിൻ്റെ കൂടെ ഡ്രിഫ്റ്റെ, ഡ്രിഫ്റ്റ്, ഡ്രിഫെ, ഡ്രിഫ്റ്റ്, ഡ്രിഫൺ, ഡ്രിഫ്റ്റ്, ഡ്രിഫൺ ആണ്. ഹാബൻ എന്ന് പറയുമ്പോൾ ടു ഹാവ്, അത് ഇഷിൻ്റെ കൂടെ ഹാബെ, ദൂവിൻ്റെ കൂടെ ഹാസ്റ്റ്, എർസി എസ് ഹാറ്റ്, വിയർ ഹാബൻ, ഇയർ ഹാപ്റ്റ്, സി സി ഹാബൻ ആണ്. നെയ്മൻ ടു ടേക്ക്, ഇഷ് നെയ്മെ, ദു നിംസ്റ്റ്, എർസി എസ് നിംറ്റ്, വിയർ നെയ്മൻ, ഇയർ നെയ്മറ്റ്, സി സി നെയ്മൻ. ട്രിഫൻ ടു മീറ്റ്, ഇഷ് ട്രിട്ടെ, ദു ഡ്രിസ്റ്റഡ്, എർ ഡ്രിറ്റ്, വിയർ ഡ്രിട്ടൺ, ഇയർ ഡ്രിറ്റ്, സി ഡ്രിട്ടൺ. പിന്നെ സ്പെഷ്യൽ കേസസ് ഉണ്ട് കേട്ടോ. ജർമ്മനിയിലെ കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ട് ഈ ഐ ആയിട്ട് മാറുന്ന. ഫസ്റ്റ് സ്പെഷ്യൽ കേസ് എന്ന് പറയുമ്പോൾ വൊക്കൽ ചേഞ്ചസ് ആണ്. ഓക്കെ. അടുത്ത സ്പെഷ്യൽ കേസസ് ഈ ഐ ആയിട്ട് മാറും. അത് ഏതൊക്കെ വെർബാണ്? ലേസൺ, സേയൻ, സ്റ്റീഖൻ, സ്റ്റേൻ, എംഫെഗ്ലൻ, ബിഫെഗ്ലൻ. ഓക്കെ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ലേസൺ, ടു ലേസേ, ദു ലീസ്റ്റ് എന്നാവും. എർസി എസ് ലീസ്റ്റ്, വിയർ ലേസൺ, ഇയർ ലേസ്റ്റ്, സി സി ലേസൺ. സേൻ എന്ന് പറയുമ്പോൾ ഇഷേഗെ, ദു സൈക്സ്റ്റ്, എർസി എസ് സീക്റ്റ്, വിയർ സേയൻ, ഇയർ സൈക്റ്റ്, സി സി സേയൻ. അടുത്ത എംഫെഗ്ലൻ, ടു റെക്കമെൻഡ് ആണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാം, ത്രൺബാറി വെർബും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടൈപ്സ് ഓഫ് വെർബ്, സെൻറ്റൻസ് സ്ട്രക്ചർ ഇതെല്ലാം കൂടി ഞാൻ ഒരു ഇതായിട്ട് ഇടാം കേട്ടോ. ടൈപ്സ് ഓഫ് വെർബ്, സെൻറ്റൻസ് സ്ട്രക്ചർ ഇൻ ഓൾ ടെൻസസും, ടൈപ്സ് ഓഫ് വെർബും കൂടി ഇടാം. ടൈപ്സ് ഓഫ് വെർബും കൂടി ഇടാം കേട്ടോ. ഓക്കെ. ഇപ്പോൾ എംഫെഗ്ലൻ, ടു റെക്കമെൻഡ് അത് പ്രസൻസിലെ കോൺജുഗേഷൻ ആണ് ഇതൊക്കെ കേട്ടോ. പിന്നെ ഏത് സെൻറ്റൻസിൽ ഇങ്ങനെ വരില്ല. പാസ്റ്റ് ടെൻസിൽ എഴുതുമ്പോൾ പാസ്റ്റിൽ ഇത് കോൺജുഗേറ്റ് വരുമ്പോൾ എങ്ങനെ വരുമോ അതുപോലെ തന്നെ എഴുതണം. ദേ വർ കമ്മിങ് ജർമ്മൻ, ഈസ് പ്ലേയിങ് ഫുട്ബോൾ, ഡർ ഫുട്ബോൾ, ഡർ വോഹിൾ. ഇതൊക്കെ കണ്ട് തന്നെ പഠിച്ച് തന്നെ പോകണം കേട്ടോ, അല്ലെങ്കിൽ പാടായിരിക്കും. അടുത്ത് ഫസ്റ്റ് സ്പെഷ്യൽ കേസ് എന്തുവാണ്? വോക്കൽ ചേഞ്ചസ്. അടുത്തത് ഈ ഐ ആയിട്ട് മാറുന്നു. അടുത്ത സ്പെഷ്യൽ കേസസ് എന്ന് പറയുമ്പോൾ എ ഉംലൗട്ട് ആയിട്ട് മാറുന്നു. ഉംലൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആൽഫബറ്റ്സ് പഠിക്കുമ്പോൾ തന്നെ എ ഉംലൗട്ട്, ഉ ഉംലൗട്ട്, എസെറ്റ്, യു ഉംലൗട്ട് 4 എക്സ്ട്രാ ലെറ്റേഴ്സ് ഉണ്ട് ജർമ്മനിൽ കേട്ടോ. അതിൻ്റെതാണ് എ ഉംലൗട്ടായിട്ട് മാറുന്നത്. അതിൽ ഏതൊക്കെ വെർബാണ് കോൺജുഗേറ്റ് ആകുമ്പോൾ ഉംലൗട്ട് വരണമെന്ന് വെച്ചാൽ ഫാരൻ, ലൗഫൻ, ഫാങ്കൻ, ഹാൾട്ടൻ, ലാസൻ, വാഷൻ, ഫാളൻ, സ്ലാഫൻ, വാഷൻ, എംഫാങ്കൻ, ലേഡൻ, സ്ലാഗൻ, ട്രാഹൻ എന്നൊക്കെയാണ്. അപ്പോൾ ഇത് ഫാറിൻ്റെ കോൺജുഗേഷൻ അതുണ്ടാവുള്ളൂ, ഫോറിൻ്റെ കോൺജുഗേഷൻസ്. അടുത്തത് നോമിനേറ്റീവ് കേസസിൽ വരുന്ന ഒരു ചേഞ്ചസ്. നോമിനേറ്റീവ് കേസസിൽ 5 മെയിൻ വെർബ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൈൻ, വേർഡൻ, ബ്ലൈബൻ, ഹൈസൻ, ഷെന്നൻ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേഷൻ അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അടുത്ത് നമുക്ക് ടൈമിനെ കുറിച്ച് പഠിക്കാം.